ബിഗ് ബോസ് സീസൺ 7 മോഹൻലാൽ ഭയങ്കരമായി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു സീസണാണിത്. ഒറ്റയ്ക്കിരിക്കുന്നവരെ വിടത്തില്ല, കൂട്ടം ചേർന്നിരിക്കുന്നവരെ വിടത്തില്ല, കരയുന്നവരെ വിടത്തില്ല, ചിരിക്കുന്നവരെ വിടത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രൊമോയിലൂടെ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ സീസണുകളൊക്കെ വളരെ മോശമായ കളികളാണ്. ഇപ്പോഴത്തെ ഇതിനകത്ത് കളിക്കുന്ന മത്സരാർത്ഥികളെ തന്നെ ഒരാളെ പോലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരൊറ്റ മത്സരാർത്ഥി പോലും അതിനകത്തില്ല. ഏഷ്യാനെറ്റ് എന്താണ് ഇങ്ങനെ ഇത്രയും ചീപ്പായ കാര്യങ്ങളാണോ അതിനകത്ത് അവർ കളിക്കുന്നത്? മറ്റേ കൈകൾ നിരത്തി വെച്ചിട്ട് നഴ്സറി കുട്ടികൾ കളിക്കുന്ന അക്കുത്തിക്കുത്ത് ആനവരമ്പത്ത് എന്നുള്ള കളികളാണ്. പിന്നെ കുറെ ഫ്രിഡ്ജിനകത്ത് നാരങ്ങ വയ്പും മാങ്ങ വയ്പും പിന്നെ ബിസ്ക്കറ്റ് കടിയും നാരങ്ങ പറക്കലും, ഇതൊക്കെയാണ് ഒരു ഗെയിം. നല്ല കാമ്പുള്ള ഗെയിമൊക്കെ കാണാനാണ് 7ാം സീസൺ ഞങ്ങളൊക്കെ കാത്തിരുന്നത്. ഏഷ്യാനെറ്റ് വളരെ മോശമായ പ്രോഗ്രാമാണ് ഇപ്രാവശ്യം 7ാം സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. മോഹൻലാൽ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ പുതിയതായിട്ട് നടക്കുമെന്ന്. ഒന്നും കാണാനില്ല. എന്തോന്നാണ് ഇത്? ഇങ്ങനെയൊക്കെ 7ാം സീസൺ ഒരു മത്സരാർത്ഥിയോട് പോലും പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഗെയിമും അതിനകത്ത് നടക്കുന്നില്ല. വെറും പണ്ടത്തെ പോലെ കൊതിയും നുണയും പറച്ചിലും കൂട്ടിയടിയും തമ്മിത്തല്ലും അത്ര തന്നെ. പിന്നെ കുറെ തറ വർദ്ധനവും, സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമൂഹത്തിലേക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കേണ്ട ഷോകൾ വെറും വൃത്തികെട്ട രീതിയിലുള്ള സന്ദേശങ്ങളാണ് സമൂഹത്തിലേക്ക് നൽകുന്നത്. ഇതൊന്നും ശരിയല്ല. ഇത് ഏഷ്യാനെറ്റ് ഈ സ്റ്റൈലൊക്കെ മാറ്റി നല്ല കാമ്പുള്ള കഥാപാത്രങ്ങളെ ഇറക്കണം, കാമ്പുള്ള ഗെയിമുകൾ കൊടുക്കണം. എങ്കിലേ ഈ ഷോയ്ക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ.